നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാനും എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാനും എത്ര സ്തുതിച്ചിടണം. നിന്ദ പരിഹാസം ഏറെ സഹിച്ചു ഞാൻ എത്ര നാൾ കാത്തിടണം. നിന്ദ പരിഹാസം ഏറെ സഹിച്ചു ഞാൻ എത്ര നാൾ കാത്തിടണം. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ജീവനിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ജീവനിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇങ്ങനെ ഒരുക്കുന്ന ഏറ്റവും ധന്യകരമായ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽവേളയിൽ ആരോഗ്യമുള്ളവരായി ബലത്തോടെ, പ്രത്യേകിച്ച് പുതിയ കർത്തൃപകലിൽ ഈ 11-ാം മാസത്തിന്റെ 1-ാമത്തെ ദിനം തന്നെ ദൈവം സഭയെ കൂട്ടിവരുത്തിയല്ലോ. ചേർന്ന് എല്ലാവരും കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്കൊന്നിച്ചൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ദൈവ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ വളരെ ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ വിശേഷാൽ ആർപ്പിക്കുന്നു. എളിയവനും ദൈവവചനവുമായിട്ട് നിൽപ്പാനുള്ള പ്രാപ്തിയും ആരോഗ്യവും ദൈവകൃപയും നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി കർത്താവിന് പകരമായി ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നമ്മളോട് സംസാരിപ്പാനിടയായിത്തീരും. കർത്താവിന് പകരമായി നിങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവ് എന്താഗ്രഹിക്കുന്നു അത് ജനത്തോട് സംസാരിപ്പാൻ, ദൈവം കൃപ നൽകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിപ്പാനായും വിശേഷാൽ ആർപ്പിക്കുന്നു. 63-ാമത്തെ സങ്കീർത്തനമാണല്ലോ നാം സഭയായിട്ട് പാടുവാനായിട്ട് ഇടയായി തീർന്നത്. ആ 63-ാമത്തെ സങ്കീർത്തനത്തോട് ചേർന്ന് തന്നെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തോട് ചേർന്ന് ചില ആത്മീക ദൂതുകൾ എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥനകളിൽ കർത്താവ് അർപ്പിച്ച ചിന്തകൾ ദൈവമക്കളോടെ അർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്ന, വിശേഷിച്ച് വരുന്ന ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ സഭയായിട്ട് ആയിരിക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പ്രത്യേകാൽ അത് ഒരു വിടുതലാകുവാൻ അതിനുള്ള ഒരു ഒരുക്കമായിട്ടും ഈ ആരാധന തീരേണ്ടതിനും ദൈവമക്കൾ പ്രാർത്ഥിക്കുമല്ലോ. വളരെ ആശ്വാസവും അനുഗ്രഹവും ബലവും പകരുന്ന ഒരു സങ്കീർത്തനമാണ് 63-ാമത്തെ സങ്കീർത്തനം. ഞാൻ ആ സങ്കീർത്തനത്തിൽ ഒരു പദം മാത്രം അർപ്പിച്ചതിലെ ആത്മീക ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കാം. 1-ാമത്തെ വചനം പരസ്യമായിട്ട് ഒന്ന് വായിക്കുമല്ലോ. 63-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വചനം. വായിച്ച തിരുവചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഇങ്ങനെ കാണുവാൻ ഇടയായി തീർന്നു, ദൈവമേ അവിടുന്ന് എൻ്റെ ദൈവം. ആ ഒരു പദം മതി ഇന്ന് പകൽ നമുക്ക് ബലത്തോടെ മടങ്ങുവാനായി. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മരുഭൂമിയിൽ, കാടുകളിൽ, ഗുഹകളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ എഴുത്തുകാരനെ ആർപ്പിക്കുവാനായിട്ട് പറയുവാനായിട്ടുള്ള ഒരു പദമാണ് ദൈവമേ അവിടുന്ന് എൻ്റെ ദൈവമാകുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ, ഈ നാടുകളിൽ
നാം വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, പല കുടുംബങ്ങളിൽ വേദനപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, ഞെരുങ്ങുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്കൊക്കെ അത് പറയുവാനായിട്ട് കഴിയും? ഈ ശബ്ദം ശ്രമിക്കുമ്പോൾ എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ദൈവമേ, അവിടുന്ന് എന്റെ ദൈവമാണ്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് എത്ര ദൈവമക്കൾ പറയും, ദൈവമേ, പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഭാരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞെരുക്കങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ അതിന്റെ മധ്യത്തിലും ഇന്ന് പകൽ ഞാൻ ഉറക്കെ പറയുകയാണ്, ദൈവമേ, അവിടുന്ന് എന്റെ ദൈവം. പുതിയ അധ്യയന വർഷം +1 പ്രവേശിച്ച് നാളെ മുതൽ ബഹുമാനത്തെ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, അവിടുന്ന് എന്റെ ദൈവമാണ്, ഞങ്ങളുടെ പഠനങ്ങൾക്ക് അവിടുന്ന് വഴികാട്ടിയാണ്. പ്രയാസത്തോടുകൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറയുവാനായിട്ട് ഇടയായിത്തീരണം, ദൈവമേ, അവിടുന്ന് എന്റെ ദൈവമാണ്. എല്ലാ അധരങ്ങളും തുറന്നു പറയുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ദൈവമേ, അവിടുന്ന് എന്റെ ദൈവമാണ്, അവിടുന്ന് എന്റെ ദൈവമാണ്. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വായിച്ച വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അധികാലത്ത് തന്നെ ഞാൻ അങ്ങേ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഭാഗം, എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ നാം എപ്രകാരം അന്വേഷിക്കുവാനായിട്ട് ഇടയായിരിക്കും. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ എന്താണ് അന്വേഷിക്കേണ്ടത്? നാം എപ്രകാരം ആയിരിക്കണം ദൈവിക കാര്യങ്ങളിൽ എന്താണെന്ന് ചിന്തിക്കുന്നതും പഠിക്കുന്നതും? അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ഒന്നാമത്തെ വചനത്തിൽ ആർപ്പിച്ച് അവിടുന്ന് എന്റെ ദൈവമാകൊണ്ട് ഞാൻ അധികാലത്ത് തന്നെ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ദേശത്താണെങ്കിൽ, സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളാണെങ്കിൽ, എന്റെ ഉള്ളം എന്റെ ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു. ഒന്ന്, ഒരന്വേഷണം. രണ്ട്, സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ അവിടെ ഒരു ദാഹം, ദൈവത്തിനായിട്ടുള്ള ഒരു ദാഹം. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട അനുഭവങ്ങളിലാണ് ആയിരിക്കുന്നതെങ്കിലും അതിനപ്പുറത്തായിട്ട് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ദൈവിക സന്തോഷത്തെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ ധ്യാനിക്കുന്നത്. പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ ധ്യാനിക്കുമ്പോൾ 5-ാം വചനത്തിൽ പറയുന്ന, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുന്നു, അപ്പോൾ തന്നെ ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ പ്രാണനെ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇന്ന് പറയുവാനായിട്ട് കഴിയണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവേ, യഥാർത്ഥമായ സത്യത്തോടെ, യഥാർത്ഥമായ ആവേശത്തോടെ എന്റെ ദൈവത്തെ ഞാൻ അന്വേഷിപ്പാൻ ഇന്ന് പകൽ അടുത്തു വരികയാണ്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടി അന്വേഷിക്കുവാൻ, അധികാലത്തെ ഒന്ന് അന്വേഷിക്കുവാനായിട്ട് ഞാൻ അടുത്തു വരികയാണ്. വളരെ പരിമിതമായ സമയങ്ങൾ ഉള്ളത് കൊണ്ട് സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ അധിക കാര്യങ്ങൾ ആർപ്പിക്കാതെ തിരുവചനത്തില് നാം എപ്രകാരം ദൈവത്തെ അന്വേഷിക്കണം, അതിനെക്കുറിച്ച് പുതിയ നിയമം എന്ത് പറഞ്ഞിരിക്കുന്നു? യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുവിനെ അന്വേഷിച്ചവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ അവർക്ക് എപ്രകാരമുള്ള അനുഭവങ്ങൾ, അവരുടെ പ്രാണന സന്തോഷമുണ്ടായോ? തിരുവഴുത്തിൽ അതേ വായിച്ചതുപോലെ കർത്താവിനെ അന്വേഷിച്ചാൽ വിടുതലുകൾ ഉണ്ടോ? 1-2 ചിന്തകൾ അതിനോട് ചേർന്ന് ആർപ്പിക്കാം. വിശുദ്ധ തിരുവഴുത്തിൽ മർക്കോസ് സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായമൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ടിടയായി തീരുന്നുണ്ട്, അധികാലത്തെ അന്വേഷിക്കുന്ന ഒരു പതിവ്, യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരനുഭവത്തെ അവിടെ കാണുവാനായിട്ടിടയായി തീർന്നു. മർക്കോസ് സുവിശേഷത്തിൽ മാത്രമല്ല, ലൂക്കോസ് 24, അതേ മത്തായി സുവിശേഷത്തിലെ 28-ാം അധ്യായം, അങ്ങനെ യോഹന്നാൻ സുവിശേഷത്തിലെ 21-ാം അധ്യായം, ഇവിടെയൊക്കെ പരിശോധിച്ചാലും ഈ ഭാഗങ്ങളുടെ ചില ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ എല്ലാം കാണുന്നത് ഒരൊറ്റ ഭാഗമാണ്.
ചില സ്ത്രീകൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ചിത്രം അവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരനുഭവത്തെ അവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. ഞാൻ ആ ഭാഗമൊന്ന് തൊട്ട് പറയുന്നത്, നാം സങ്കീർത്തനത്തിൽ വായിച്ചുവല്ലോ, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട അനുഭവങ്ങളാണ്, ദേശമാണ്. എന്നാലും ദൈവത്തെ അന്വേഷിപ്പാനുള്ള ഒരു വാഞ്ച ഇതുപോലെ തന്നെയാണ്. പ്രതികൂലങ്ങളായിരിക്കുമ്പോൾ, ഇരുട്ടായിരിക്കുമ്പോൾ, അതിരാവിലെ സമയമായിരിക്കുമ്പോൾ, സഹോദരിമാർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതിരിക്കുമ്പോൾ, സഹോദരിമാരുടെ നിയമമനുസരിച്ച് ഒരു കാരണവശാലും സഹോദരിമാരെ അതേ അതിരാവിലെ വെളുപ്പിനെ പുറത്തിറങ്ങി കല്ലറയ്ക്കലേക്ക് പോവുകയില്ല. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്നു, അവരുടെ മുൻപിലുള്ള വിഷയം വലുതായിരിക്കുന്നു. അവിടെ വളരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ആദ്യകാലത്തെ ഇരുട്ടോടെ യേശു കർത്താവിന്റെ കല്ലറയ്ക്കലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നു. മഗ്ദലക്കാരത്തി മറിയയുടെ നേതൃത്വത്തിൽ യേശുവിനോട് സ്നേഹനിമിത്തമായിട്ട് മറ്റാരും ചെയ്യാതിരിക്കുമ്പോൾ യേശുവിനുള്ള സ്നേഹനിമിത്തമായിട്ട് ഓടി വരുവാൻ ഇടയാകുന്നു. പക്ഷെ അവർ കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. അവരെ വെള്ളിയാഴ്ച വൈകിട്ട് കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് കല്ലറയ്ക്കലേക്ക് ചെല്ലുമ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആ പദമൊന്ന് ദൈവമക്കളുടെ മുൻപിലേക്ക് ഞാനൊന്ന് നിരത്തിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാം. അവിടെ ഇങ്ങനെയാ പറഞ്ഞത്: സഹോദരിമാർ പറഞ്ഞു കൊണ്ടുപോവുകയാണ്, നമുക്ക് വേണ്ടി ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും. അതിന്റെ അർത്ഥം സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്. സുഗന്ധവർഗ്ഗങ്ങൾ പൂശുവാനായിട്ട് കഴിയത്തില്ല, സാധ്യതകളില്ല. കാരണം വലിയ കല്ലാണ്, ഞങ്ങളെ കൊണ്ട് ഈ കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് പ്രതികൂല സാഹചര്യങ്ങളിലുള്ള ദൈവികമാകുന്ന അന്വേഷണത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ അവിടെ ദൈവത്തെ അന്വേഷിക്കുവാൻ കടന്നു പോകുമ്പോഴും തമ്മിൽ പറഞ്ഞുകൊണ്ടുപോകുന്ന വിഷയം ഇതാണ്: ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റുവാനിടയായിത്തീരുന്നത്? അല്ലെങ്കിൽ ആരാണ് ഈ പ്രശ്നത്തിലൊന്ന് പരിഹാരം വരുത്തുവാനായിട്ടിടയായിത്തീരുന്നത്? മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ, പ്രശ്നം വലുതായിരിക്കുമ്പോൾ, ഭാരം വലുതായിരിക്കുമ്പോൾ, ആ ഭാരം മുഴുവൻ ദൈവത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോടുള്ള വാഞ്ച നിമിത്തമായിട്ട് തമ്മിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത്: ആരായി പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തുന്നത്, ആരായി കല്ലുകളെ ഒന്ന് ഉരുട്ടി മാറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. അവർ ഉരുട്ടി മാറ്റേണ്ടതായിട്ട് വരുന്നില്ല, അവർക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്നില്ല. അവരവിടെ ചെല്ലുമ്പോൾ ആ വിഷയത്തിനൊരു പരിഹാരം ലഭിച്ചിരിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ, ദൈവകാര്യങ്ങളിൽ അല്പം കൂടി ഒരു ആവേശത്തോടുകൂടി, അല്പം കൂടി ഒരു ഹൃദയവാഞ്ചയോടുകൂടി, ആത്മാർത്ഥമായി ഹൃദയവാഞ്ചയോടുകൂടി കർത്താവേ, മനഃപൂർവമായി എന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും മനഃപൂർവമായി പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് യേശു കർത്താവിന് വേണ്ടി ഒരു ചുവട് ഞാൻ വയ്ക്കുമെന്ന് ഇന്ന് വരെ തീരുമാനിക്കുമെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി കാണുവാനായിട്ടിടയായിരിക്കും. അതാണ് ആ ഭാഗ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവിടുന്ന് എന്റെ ദൈവമാണ്. എന്റെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്, പക്ഷെ പ്രതികൂലമാണെങ്കിലും ഞാൻ ഒന്നും ചെയ്യും, ഞാൻ അങ്ങനെ അന്വേഷിക്കും, ഞാൻ എന്റെ ദൈവത്തെ അന്വേഷിക്കും. എനിക്കൊരു ദാഹമുണ്ട്, അത് ദൈവത്തിന് വേണ്ടിയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മന്ത്രിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. കർത്താവേ, ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനായിട്ടും എനിക്ക് കഴിവില്ലാതിരിക്കുമ്പോൾ കർത്താവേ, ആരായി ഉരുട്ടി മാറ്റുന്നത്? ആരായതിനൊരു പരിഹാരം വരുത്തുന്നത്? ആരാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തുന്നത് ചിന്തിക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അത് തനിയെ
ഉരുണ്ട് മാറിയിരുന്നു. ആ കല്ല് ഏറ്റവും വലുതായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ മയനാട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ആത്മാവിന്റെ ശക്തികൾ വ്യാപരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ക്ഷീണങ്ങൾ മാറുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആത്മശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവത്തിനായിട്ട് ആ കല്ല് ഏറ്റവും വലുതായിരുന്നെങ്കിൽ അവരെ കൊണ്ട് കടിയാതെ ഇരിക്കുന്നുവെങ്കിൽ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അത് തനിയെ ഉരുണ്ട് മാറുവാനായി ഇടയായിരിക്കുന്നു. ഈ വചനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചില അസ്വസ്ഥതകൾ ഉരുണ്ട് മാറട്ടെ, ചില അസ്വസ്ഥതകൾ നീങ്ങി മാറട്ടെ. ഭാരമേറിയ അനുഭവങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉരുണ്ട് മാറി പോകുവാനായി ഇടയായിത്തീരട്ടെ. ചില ഹൃദയത്തിന്റെ ഭാരങ്ങളൊക്കെ മാറിപ്പോകണം, ഹൃദയത്തിന്റെ വേദനകൾ മാറിപ്പോകുവാൻ ഇടയായിത്തീരണം, ഹൃദയത്തിന്റെ നമ്പരങ്ങൾ മാറിപ്പോകണം, ശാരീരിക ബലഹീനതകൾ മാറിപ്പോകണം, ശാരീരിക ക്ഷീണങ്ങൾ മാറിപ്പോകുവാൻ ഇടയായിത്തീരണം. നിങ്ങൾ കാണുന്ന കാഴ്ച ആ കല്ല് ഏറ്റവും വലുതാണെങ്കിലും അത് തനിയെ ഉരുണ്ടു മാറിയിരിക്കുന്ന കാഴ്ച, പുറകിൽ ദൈവ ശബ്ദം കേൾക്കുന്ന കാഴ്ച, ഇന്നത്തെ ആരാധനയിൽ കേൾപ്പാൻ ഇടയായിരിക്കുന്ന കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു പറഞ്ഞ് കർത്താവേ അത് ഏറ്റവും വലുതായിരിക്കുന്നു, ആ പ്രശ്നങ്ങൾ ഏറ്റവും വലുതായിരിക്കുന്നു. എന്നാൽ ഇന്ന് മകൻ ആത്മാവിൽ ഞാനൊന്ന് കാണുന്നു, ഇന്ന് മകൻ ആത്മാവിൽ ഞാനൊന്ന് കാണുന്നു, അത് തനിയെ മാറിപ്പോകുന്നത്. ഭാരമേറിയ അനുഭവങ്ങൾ, പ്രയാസമേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറിപ്പോകുന്നത് അത് ശാരീരിക ബലഹീനതകളാണെങ്കിലും, ഒരുപക്ഷെ ഞരമ്പുകളുടെ ബ്ലോക്കുകളാണെങ്കിലും, ഹാർട്ടിനുള്ള ബ്ലോക്കുകളാണെങ്കിലും, ശാരീരിക ബലഹീനതകളാണെങ്കിലും, സ്റ്റോണിന്റെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നെങ്കിൽ, കിഡ്നി സ്റ്റോണുകളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ശാരീരിക ബലഹീനതകളോ ഉദരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഉരുണ്ട് പോകാതെ നിൽക്കുന്നത്, ശരീരത്തിൽ തടുപ്പ് പോലെ ഉരുണ്ടുകൊണ്ട് നിൽക്കുന്ന അനുഭവങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ ദൈവമാണ് അവിടുന്ന്, യേശുവിന്റെ ദൈവമാകുന്നു, എന്റെ ദൈവമാകുന്നുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. 11-ാമത്തെ മാസം 1-ാമത്തെ പകൽ ഇത് മകൻ ദൈവ പ്രവൃത്തിയുടെ ഒരു ദിനമായി വരട്ടെ. എത്ര കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, എത്ര കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കേൾപ്പിക്കാണ്. അവിടെ എന്റെ ദൈവമാകുകൊണ്ട് ഞാൻ അധികാരത്തെ അങ്ങേ അന്വേഷിച്ച് വരുന്നതുകൊണ്ട് ഒരിക്കലും കൈവിടാത്ത ദൈവമാകുകൊണ്ട് പ്രതികൂലങ്ങൾ ഉരുണ്ടുമാറുവാൻ മാറിപ്പോകുവാനായിട്ട് ഇടയായി തീരട്ടെ. ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിലും പതിവ് തെറ്റിക്കണ്ട. അടുത്ത ദിനങ്ങളിൽ ഉപവസിക്കുവാൻ പ്രാർത്ഥിപ്പാൻ 20 ദിനങ്ങളായി സമയങ്ങളെ വേർതിരിച്ചിരിക്കുമ്പോൾ അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന പതിവുണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ കണ്ടെത്തട്ടെ. ഒരു വ്യത്യസ്ത നവംബർ മാസത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തികൾ കുടുംബങ്ങളിൽ വെളിപ്പെടുവാനായി ഇടയായി തീരട്ടെ. അതിനായിട്ട് ഇന്നത്തെ ആരാധന ഒരു ഒരുക്കമാകട്ടെ. ഈ ആരാധന അതിനുള്ള ഒരുക്കം പ്രാപിക്കട്ടെ, അതിനുള്ള ഹൃദയ വാഞ്ചയുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോഴും യേശു ക്രിസ്തുവിനൊരു പതിവുണ്ടായിരുന്നു. ആ പതിവുകളിൽ ഒന്നായിരുന്നു പതിവ് പോലെ അധികാലത്തെ ഇരുട്ടോടെയൊക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 35-ാമത്തെ തിരുവചനത്തിലേക്ക് അത് കാണുവാനായി ഇടയായി തീർന്നു. അവൻ അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിന്റെ ഒരു പതിവ്, ഈ ഒരു പതിവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇരുട്ട് പ്രശ്നമല്ല പ്രാർത്ഥനയ്ക്ക്, ഇരുട്ട് പ്രശ്നമല്ല യേശുവിനെ കാണുവാൻ ചെല്ലുന്നതിന്. സാഹചര്യങ്ങൾ പ്രശ്നമല്ല, ആളുകൾ എന്ത് പറയുമെന്നുള്ളത് പ്രശ്നമല്ല. ഇന്ന് പകരം നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് തീരുമാനം എവിടേക്ക് വരായിട്ട് കഴിയും? അടുത്ത ദിവസങ്ങളിൽ കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന അടുത്ത 21 ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. തുടർമാനമായി പ്രാർത്ഥിക്കും. കൃത്യമായ 6 മണിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൃത്യമായി പ്രാർത്ഥിക്കും. ഈ യാമങ്ങളിൽ സമയങ്ങളെ ചെലവഴിക്കും. യേശു ക്രിസ്തുവിന് ഒരു പതിവുണ്ടായി. അധികാലത്ത് എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. സഹോദരിമാര് അതേ നിർജ്ജന പ്രദേശത്ത് അല്ല, ഇരുട്ടുള്ളപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടുപോയ പ്രശ്നം ഇല്ലാതായി പോയെങ്കിൽ ചില പതിവ് തുടങ്ങ്, ചില അന്വേഷിക്കുന്ന പതിവ് തുടങ്ങ്, അധികാലത്ത് അന്വേഷിക്കുന്ന പതിവ് തുടങ്ങ്.
കുടുംബത്തിൽ തമ്മിൽ പറയുന്ന ഭാരമേറിയ വിഷയങ്ങൾ, തമ്മിൽ സഭയായി ദൈവസഭയിൽ പങ്കുവയ്ക്കുന്ന വിഷയങ്ങൾ, അതിന്റെ മേലൊക്കെ ദൈവം പ്രവർത്തിക്ക് അടുത്ത ദിനങ്ങൾ, പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ ഇടയാക്കട്ടെ. എത്ര വരുന്നവர்கள் കരമുയർത്തി ആമേൻ പറയും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി തീരട്ടെ. ഞാൻ മുഖവരിയായിട്ട് ചിന്തകൾ പറഞ്ഞെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നാം അന്വേഷിക്കേണ്ടത്, എന്താണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എന്താണ് നാം കണ്ടെത്തേണ്ടത്. യേശുക്രിസ്തു എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷിപ്പിരുന്നാൽ നിങ്ങൾ കണ്ടെത്തും. അത് കണ്ടെത്തുക തന്നെ ചെയ്യും. വിശുദ്ധ തിരുവഴുത്തിൽ കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനമൊന്ന് ഇതിനോടനുബന്ധിച്ചൊന്ന് ചിന്തിക്കുമല്ലോ. വിശുദ്ധ തിരുവഴുത്തിൽ കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വചനം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. അടുത്തത് വളരെ പ്രാധാന്യമുള്ള ഒരു തിരുവെഴുത്ത്. അതിന്റെ 1-ാം വാക്യം കൂടെ ചേർത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഞാൻ പ്രാരംഭത്തിൽ ഈ ചില ഭൗമിക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുവാനിടയായി തോന്നുന്നു. ഭൗമിക കാര്യങ്ങളും ഈ ഭൂമിയിലാകുമ്പോൾ നാം അന്വേഷിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഒരു ദൈവ പൈതൽ ആത്യന്തികമായി ചെയ്യേണ്ടത്, അന്വേഷിക്കേണ്ടത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എത്ര പേർക്ക് ആ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ടിടയായി തോന്നുന്നു? ആകയാൽ എന്ന് പറഞ്ഞ സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകയാൽ എന്നവിടെ ഓർപ്പിച്ചിരിക്കുന്നതിന്റെ സാരാംശം 2-ാം അധ്യായത്തിലെ പ്രധാന വിഷയമാണ്. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം പരിശോധിച്ചാൽ കാണുന്നുണ്ട്, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നിങ്ങൾ ആ വാക്യത്തിന് അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കണം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുവെഴുത്ത്. സ്നാനപ്പെട്ട ദൈവമയെ തിരിച്ചറിയേണ്ടിയ വളരെ പ്രാധാന്യമുള്ള ഒരു തിരുവെഴുത്ത്. ഒരു ദൈവമയ സ്നാനപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പറഞ്ഞേ, സ്നാനത്താൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയാണ്. അടക്കപ്പെടുകയാണ്. എല്ലാവരും പറഞ്ഞില്ലല്ലോ. കരങ്ങൾ ഉയർത്തി ശബ്ദം കേൾക്കുന്നവരെല്ലാവരും ഒന്ന് പറയാനിടയായി തരണം. സ്നാനത്താൽ ക്രിസ്തുവിനോടുകൂടെ ഞാൻ അടക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ഇങ്ങനെ പറയുന്നു, അങ്ങനെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു ചിന്ത. അതുകൊണ്ടാണ് നമ്മള് വേർപെട്ട സഭകള് വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുവാനായിട്ട് തന്നെ ഇടയായി തീരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് കുഴിച്ച് ഇടുകയാണ്, കുഴിച്ചിടുകയാണ്. ഒരു അടക്ക ശുശ്രൂഷയാണ് സ്നാനത്തിലൂടെ നടക്കുന്നത്.
മരിച്ച വ്യക്തിയെ നമുക്കറിയാം 6 അടി മണ്ണിലാണ് അടക്കം ചെയ്യുന്നത്. ഇപ്പൊ കോവിഡ് കാലമായതുകൊണ്ട് കോവിഡ് വന്ന് മരിച്ചാൽ 6 അടി കൊണ്ട് നടക്കത്തില്ല. അതിന് 10 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിന്റെ വേണ്ട പ്രിക്കോഷൻസ് എടുത്ത് അതിനകത്ത് ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ളതും മറ്റ് കെമിക്കലുകളും ഒക്കെ ചേർത്താണ് അടക്കുന്നവരെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ചെയ്യുന്നത് ദഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി. അതിന്റെ അർത്ഥം 10 അടി താഴ്ചയിൽ ചെയ്തില്ലെങ്കിൽ പകർച്ചവ്യാധി വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട്. നോർമലായിട്ട് ഒരാൾ മരിച്ചാൽ അവരെ 6 അടി മണ്ണിൽ അടക്കം ചെയ്യും. കുടിയെടുത്ത കല്ലറ കെട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യും. സ്നാനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാലും മരിച്ച വ്യക്തിയെ നാം മണ്ണിങ്ങനെ വെതറിയൊന്നും ഇടത്തില്ല. പിന്നെ മണ്ണ് വെട്ടി മൂടി തന്നെ ഇടും, പൂർണ്ണമായിട്ട് മൂടിയിടും. ഇതുപോലെ തന്നെയാണ് സ്നാനപ്പെടുന്ന വ്യക്തിയെ തളിക്കുകയും കൊടഞ്ഞു ഒന്നുമല്ല, വെള്ളത്തെ മുക്കി പൊക്കുവാനായിട്ടിടയായി തീർന്നു. അതായത് സ്നാനത്താൽ ക്രിസ്തുവിനോടുകൂടെ ഒരു കുഴിച്ചിടപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നു. പിന്നീട് സ്നാനത്താൽ വെള്ളത്തിൽ മുക്കി പൊക്കിയെടുക്കുമ്പോൾ സ്നാനത്താൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ പ്രതീകമായി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ ഓർത്തുകൊള്ളണം, വലിയ പദവിയാണ് ദൈവം നൽകി തന്നിരിക്കുന്നത്. എത്ര പേർക്ക് നമുക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയും? നീ വെറുതെ വെള്ളത്തിലിറങ്ങിയതല്ല, വെറുതെ സ്നാനപ്പെട്ടതല്ല, ഒരു വലിയ പദവി പ്രാപിച്ചിട്ടുണ്ട്. അന്ന് സ്നാനപ്പെട്ടാൽ ഒരു കുഴിച്ചിടപ്പെടൽ പാപ സ്വഭാവത്തെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. നാറ്റം വരാതിരിക്കാൻ 6 അടി മണ്ണിൽ കുഴിച്ചിട്ടാൽ നാറ്റം വരത്തില്ല. എന്നാൽ അതിന്റെ പുറത്ത് കൊണ്ടുവന്ന് മണ്ണ് പൂശിയിട്ടാലോ അത് നാറ്റം വരും. നായ്ക്കൾ വന്ന് മാന്തും, മറ്റ് ബുദ്ധിമുട്ടുകളുള്ള. ഇതുപോലെ ആ സ്നാനവും ശരിക്ക് കുഴിച്ചിടണം. എന്താ ആമേൻ പറയാത്തത്? ശരിക്കടക്കം നടക്കണ സ്നാനത്താൽ, അല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കടക്കപ്പെട്ടില്ലെങ്കിൽ ദുർഗന്ധമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അപ്പൊ സ്നാനപ്പെടാത്തവരെ ഓർത്തോണം, നിങ്ങൾ ഇതുവരെ എന്ത് സംഭവിച്ചിട്ടില്ല? ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ അടക്കവും ചെയ്തിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. ആമേൻ. സ്നാനത്താലുള്ള ആ ഒരു അടക്ക ശുശ്രൂഷ, ആത്മീയ ഉയർപ്പ് നിങ്ങൾ പ്രാപിച്ചിട്ടില്ല. ഇനി സ്നാനപ്പെടാത്തവരിപ്പോ ദുഃഖിക്കുന്നുണ്ട്. എന്നാൽ സ്നാനപ്പെട്ടവരോട് ഞാൻ പറയാം, അത് ഈ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ നാം ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം എങ്ങനെ ചിന്തിക്കണം, ആ നിലയിലുള്ള വിഷയങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ദൈവാത്മാവിനെ ഓർപ്പിച്ചത് അവിടെ കണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാകുന്നു എങ്കിൽ എന്താണ് അന്വേഷിക്കേണ്ടത്? ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. എല്ലാ കരകളും ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആ കരകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുവാനായിട്ടിടയായി തീരട്ടെ. അന്വേഷണം വാർവട്ട ദൈവമക്കൾ നടത്തേണ്ടത് ഉയരത്തിലുള്ള കാര്യങ്ങളാണ്. സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നടക്കുവാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവജനം അന്വേഷിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഭൗതികമൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, ഉയരത്തിലുള്ള ജനമൊന്നും അന്വേഷിച്ചേ. കർത്താവ് ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ അവിടുത്തെ കാര്യം എന്നോട് പഠിപ്പിക്കണം. അവിടുത്തെ ചിന്ത എനിക്കൊന്ന് തരണം. ഇന്ന് നിങ്ങളുടെ ഭാരങ്ങൾ മാറുകയാണ്, ഹൃദയത്തിലെ വ്യസനങ്ങൾ മാറുകയാണ്. എന്താ കാര്യം അറിയാമോ? നമ്മുടെ മനോമണ്ഡലത്തിലെ ചിന്തകൾ മാറുകയാണ്. ഭൗതിക കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് മുതൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ സ്നാനപ്പെട്ട ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ അന്വേഷണത്തിന്റെ മണ്ഡലം
ഞാൻ വിസ്താരമയത്താൽ ഇപ്പോഴത്തെ അന്വേഷണത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തൊക്കെ വലിയ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? വലിയ അന്വേഷണങ്ങൾ നടക്കുക. അതുകൊണ്ട് നമ്മളും ഒന്ന് അന്വേഷിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. വലിയ അന്വേഷണങ്ങൾ നടക്കട്ടെ. നമുക്കൊന്ന് അന്വേഷിക്കണം. നമുക്കും ചിലത് പുതുതായിട്ടൊന്ന് അന്വേഷിക്കണം. അന്വേഷിക്കേണ്ടത് എന്താണ്? അവർക്ക് പറഞ്ഞു, ക്രിസ്തു ഉയരത്തിലുള്ളതെന്നല്ല, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തെ ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ. എത്ര പേരാമേൻ പറയും? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമാകുന്ന ഏരിയ ഒന്ന് വ്യാപിപ്പിക്കണം. ഇതുവരെ നാം അന്വേഷിച്ചുകൊണ്ടിരുന്ന അന്വേഷണം, നാം രാവിലെ എഴുന്നേറ്റാൽ ഉടൻ വാട്സാപ്പിൽ അന്വേഷിക്കാറുണ്ട്, ഫേസ്ബുക്കിൽ അന്വേഷിക്കാറുണ്ട്, മറ്റ് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അതിൽ അന്വേഷിക്കാറുണ്ട്, മറ്റ് മാധ്യമങ്ങളിൽ അന്വേഷിക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. എന്നാൽ ആ തലങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്തൊരു പുതിയ അന്വേഷണം. ഒന്നുകൂടെ ചേർന്ന് പറയാമോ? എവിടാണ് ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതെന്ന് അന്വേഷിക്കാൻ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറാകുമോ? വേർപെട്ട ദൈവമക്കൾ ഇങ്ങനെ അന്വേഷിക്കട്ടെ. നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. അവിടെ എങ്ങനെ ഇരിക്കുന്നെന്നൊന്ന് നോക്കാം. ജീസസ് അവിടെ എങ്ങനെ ഇരിക്കുന്നെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പക്ഷെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പെട്ടെന്ന് പറ്റുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ, അന്വേഷിക്കണമെങ്കിൽ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, വീണ്ടും ആകയാൽ എന്ന് പറഞ്ഞിട്ട് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. ശ്രദ്ധിച്ചേ. അപ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? ഭൂമിയിലുള്ള ചിന്തകളാണ് നമ്മെ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ നമുക്ക് പ്രേരണ തരാതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ളത് എന്തൊക്കെയാണ്? ഭൂമിയിൽ നമുക്ക് ചില അവയവങ്ങളുണ്ട്. അവയവങ്ങളുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എന്താ മക്കൾ ഈ വായിക്കുന്നത്? എത്ര കഠിനമായ പദങ്ങളാണ്! ദുർനടപ്പ്, അശുദ്ധി. ഇതിനകത്ത് വിശുദ്ധിക്ക് ചേരാത്ത സകല ഇടപാടുകളുമുണ്ട്. രാമൻ പറയാമോ? എന്തുകൊണ്ടാ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയാത്തത്? ക്രിസ്തു ദൈവത്തിന്റെ ഇടമായിരിക്കുന്ന ഇടമായ, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ 2 അവയവം ദുർനടപ്പും അശുദ്ധി. പിന്നത്തേത് പറഞ്ഞിരിക്കുകയാണ് അതിരാഗം. ഈ രാഗം എന്ന് പറഞ്ഞാൽ എന്താ? രാഗം എന്താ? മലയാളം പഠിച്ചവരില്ലേ? രാഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം. അങ്ങനെയാണെങ്കിൽ അതിരാഗം എന്ന് പറഞ്ഞാലോ? അതിയായിട്ട് എന്തിനേലും സ്നേഹിച്ചാല് അത് മക്കളാണല്ലോ, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ആണെങ്കിലോ, എന്തിനെ അധികമായിട്ട് സ്നേഹിക്കുന്നോ അതെല്ലാം അതിരാഗമായിട്ട് വഴിപാടടിയായിട്ട്. അങ്ങനെ എന്തിനെ അധികമായിട്ട് സ്നേഹിച്ചാലും അതിനെ ഇവിടെ സ്നേഹിക്കും. അപ്പോൾ എന്ത് നടക്കത്തില്ല? പല ദൈവമക്കളെ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ കഴിയാതെ വരുന്നു. കാരണം സ്നേഹം എവിടെ കൂടുതൽ? ഇന്ന് മകന തല ഒന്ന് മാറിക്ക്. അതിരാവിലെ ഇരുട്ടോടെ കല്ലറയ്ക്കൽ പാവപ്പെട്ട സഹോദരിമാര് ചെന്ന് അന്വേഷിച്ചു. അതിന്റെ കാരണം എന്തായെന്ന് അറിയാമോ?
യേശുവിനുള്ള സ്നേഹമായിരുന്നു. സംഭവിച്ചത് ഞാൻ ഓർപ്പിച്ചല്ലോ. എന്താ സംഭവിച്ച? കല്ലുകൾ തന്നെ മാറുവാനിടയായി തീർന്നില്ല. മർക്കോസ് സുവിശേഷം 16:50 ഇങ്ങനെയാ ചേർത്തിരിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷനാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷനായത് യേശുവിനുള്ള സ്നേഹനിമിത്തം ഇരുട്ട് വകവയ്ക്കാതെ, കല്ലിന്റെ വലിപ്പം വകവയ്ക്കാതെ ഓടിച്ചെന്ന പാവപ്പെട്ട സഹോദരിക്ക് വേണ്ടി യേശു പ്രത്യക്ഷനായെങ്കിൽ ഭൂമിയിലുള്ള ചിലതിനെ മരിപ്പിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഓ, ഇതുപോലെ എത്ര രാമൻ പറയും, എന്തുകൊണ്ട് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കുന്നറിയാമോ? ഭൂമിയിലുള്ള ചിലർ മരിക്കാനുണ്ട്, ഭൂമിയിലുള്ള ചില അവയവങ്ങൾ മരിക്കാനുണ്ട്. ചിലരോട് അധികം സ്നേഹം ഉപേക്ഷിക്കണം, അത് ത്യാഗങ്ങളെ ഉപേക്ഷിക്കണം. അടുത്തത് ഓർപ്പിച്ചിരിക്കുന്നത് ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. വളരെ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ. അവിടെയും മോഹം നല്ലതാണ്, പക്ഷെ ദുർമോഹമായാലോ വേണ്ടാത്ത മോഹം. അടുത്തത് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. വിശദീകരിക്കാൻ സമയങ്ങൾ അനുവദിക്കുന്നില്ല. ഇതൊക്കെ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കഴിയുന്നില്ല? ഉയരത്തിലുള്ളത് അന്വേഷിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ അവയവങ്ങൾ മരിച്ചോ പ്രിയപ്പെട്ടവരെ? നമ്മൾ മരിപ്പിച്ചോ? ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാനിങ്ങനെ നോട്ട് ചെയ്യുവാനുണ്ട്. ആരോ എന്റെ വാട്സാപ്പിൽ ഇങ്ങനെ അയച്ചതാണ്. അതിങ്ങനെയായിരുന്നു. വിദേശ രാജ്യത്ത് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൗമാര പ്രായക്കാരൻ, 12 വയസ്സോ അല്ലെങ്കിൽ 13 വയസ്സോ ആ പ്രായമുള്ള അവൻ ബസ്സിൽ ഇരിക്കുമ്പോൾ കറുത്ത് തടിച്ച ഒരു ആഫ്രിക്കൻ വംശജൻ തന്റെ അടുക്കൽ വന്നിരുന്നു. ആ കുട്ടിയുടെ അടുക്കൽ വന്നിരിക്കാൻ ഇടയായി. ഈ കുട്ടി വെള്ളക്കാരനാണ്. ഈ കറുത്ത് തടിച്ച ആഫ്രിക്കക്കാരനെ കണ്ടപ്പോഴേ ഈ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. ഈ കുഞ്ഞ് പതിയെ ഇങ്ങനെ തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചു. നമ്മളും ചെയ്യാറുള്ളതല്ലേ? കുഞ്ഞിങ്ങനെ നീക്കി നിരക്കുവാനായിട്ട് ശ്രമിച്ചു. ആദ്യം അല്പമൊന്ന് മാറി ഈ കറുത്ത വർഗക്കാരനിരുന്നു, ആഫ്രിക്കൻ വംശജനിരുന്നു. പിന്നെ ഈ കുഞ്ഞന്തി എങ്ങനെയെങ്കിലും ഈ ആളിനെ ഈ സീറ്റേ വന്ന് മാറ്റിവിടണം. അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത് വന്നിരുന്ന ആളിനെ വളരെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. ഒടുവിൽ ഈ ആഫ്രിക്കൻ വർഗക്കാരന് അല്ലെങ്കിൽ കറുത്ത വർഗക്കാരന് ഇറങ്ങുന്ന സമയമായി. താനെ ഇറങ്ങുന്ന സ്റ്റോപ്പിലേക്ക് ഇറങ്ങാറായപ്പോൾ, ആ സ്ഥലമായപ്പോൾ, താൻ തന്റെ പോക്കറ്റിൽ നിന്ന് തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ കൊച്ചു പയ്യന് കൊടുത്തു. ആ കൗമാരക്കാരന്റെ കയ്യിലോട്ട് കൊടുത്തു. ആ കുട്ടി അതിനടുത്ത് ഇങ്ങനെ വായിപ്പാനായിട്ട് ഇടയായി തോന്നി. ആ കാർഡ് കൊടുത്തപ്പോൾ ആ തടിച്ച കറുത്ത മനുഷ്യൻ ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇന്ന് പുഞ്ചിരിക്കാനും ഇടയായി തോന്നി. നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ടാണ് ഈ കാർഡൂടെ കൊടുത്തത്. ഈ കൊച്ചുമകൻ ഈ കാർഡ് എടുത്ത് വായിച്ചപ്പോൾ അതിങ്ങനെ എഴുതിയിരിക്കുന്നത് ജോ ലൂയിസ്. ഉടനെ ഈ കൊച്ചുകുഞ്ഞ് ഞെട്ടിപ്പോകുവാൻ ഇടയായി. ജോ ലൂയിസ് എന്ന് പറയുന്നത് 1937 മുതൽ 49 വരെ ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു. ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന ജോ ലൂയിസിനെ തള്ളി മാറ്റാൻ, ഇടിക്കാനായി ശ്രമിച്ചു ഈ 13 വയസ്സുകാരൻ. അപ്പൊ ഈ കാർഡ് കൊടുത്തത് ചെറുതായിട്ട് ചിരിച്ചതിന്റെ അർത്ഥം എന്താ? മോനെ, എന്റെ പേരിലൊന്ന് നിന്നെ ഒന്നെടുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ എന്റെ അവയവങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? മരിച്ചിരിക്കുകയാണ്. എന്റെ സ്വഭാവം ഞാൻ എന്ത് ചെയ്യുന്നില്ല? പുറത്തെടുക്കുന്നില്ല. അദ്ദേഹം വിശ്വാസിയാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് നടന്ന സംഭവമാണ്. വിശ്വാസി ആയോണ്ടാണോ അത് ചെയ്തതെന്നും എനിക്കറിയത്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ജോൺ ലൂയിസ് ക്ഷമിച്ച് പ്രതികരിക്കാതെ ഒരു പുഞ്ചിരിയോടുകൂടി ആ കുഞ്ഞിനെ നേരിട്ടെങ്കിൽ ആ സംഭവം ഞാൻ ഇന്ന് പകൽ ഇവിടെ ഓർപ്പിച്ചെന്തിനെന്നറിയാമോ? താൻ ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിരിക്കുമ്പോൾ തന്റെ അഹങ്കാര
കൂടിയോ കാണിക്കാതെ ക്ഷമിക്കുവാൻ, സഹിപ്പാൻ, പുഞ്ചിരിപ്പാൻ തയ്യാറായെങ്കിൽ നമ്മുടെ ചില അവയവങ്ങൾ മരിച്ച് ദൈവകാര്യങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ ഇടയായിത്തീരണം. ചിലതിനെ ക്ഷമിക്കാൻ ഇടയായിത്തീരണം. ചിലതിനെ പൊറുക്കാൻ ഇടയായിത്തീരണം. ഇന്ന് പകൽ ദൈവ പ്രവൃത്തി ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് ചിലതൊന്ന് മരിപ്പിക്കാനായിട്ട് സാധിക്കുമോ? നമ്മെ ഉപദ്രവിച്ചവരെ, നമ്മെ പകച്ചവരെ, തിന്മ ചെയ്തവരെ, നമ്മെ വഞ്ചിച്ചവരെ, അപകരിച്ചവരെ, നമ്മുടെ സ്വത്തുക്കൾ അപകരിച്ചവരെ അവരോട് ക്ഷമിക്കാനായിട്ട് കഴിയുമോ? ഒരു പുഞ്ചിരിയോട് നേരിടുവാൻ പ്രശ്നങ്ങളെ കഴിയുമോ? ആ ബാലകന്റെ മേലെ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമോ? അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അങ്ങനെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അന്വേഷിക്കണമെങ്കിൽ ഇത് മരിപ്പിക്കണം. ഇത് പറയാനേ ഇന്ന് പകൽ എനിക്ക് സമയങ്ങൾ തികയുന്നുള്ളൂ. ഉയരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ ഇത് പകൽ സമയങ്ങൾ ലഭിക്കുന്നില്ല. കൊലോസ്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ മരിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ 5 മുതൽ താഴോട്ട് വായിച്ചാൽ അവിടെ കാണുവാനായിട്ടിടയായി തീരുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ അന്യോന്യം ഘോഷിച്ചു പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു ശ്രദ്ധിച്ച് തോലുരിച്ചു മാറ്റുന്നത് പോലെ പഴയ മനുഷ്യനെ എന്ത് ചെയ്തു? മരിച്ചു. അങ്ങനെയെങ്കിൽ പുതിയ മനുഷ്യനെ അന്വേഷിക്കണമെങ്കിൽ, പുതിയ മനുഷ്യനെ തേടണമെങ്കിൽ, ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെങ്കിൽ ചെയ്യേണ്ടത് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുവാനായിട്ടിടയായിത്തീരണം. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു നിർത്തുകയാണ്. 12 മുതലുള്ള വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ച് ഈ ശുശ്രൂഷയ്ക്ക് അതിന് ശേഷം വിരാമം കുറിക്കാൻ ഒന്ന് വായിക്കാമോ? മതി. അടുത്ത വചനം കൂടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? അടുത്ത പദത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ച് നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വാസിക്കട്ടെ. വാക്കിനാല്, ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പി. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഉയരത്തിലുള്ളത് എന്തുകൊണ്ട് അന്വേഷിക്കണമെങ്കിൽ മരിപ്പിക്കണം. ചിലതിനെ ഈ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ച് എന്തന്വേഷിക്കണം? ഉയരത്തിലുള്ളത് എന്തന്വേഷിക്കണം? ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യണം? അവര് പുതിയ മനുഷ്യനെ ഒന്ന് ചേർന്ന് പറഞ്ഞു. അവരാരാണ്? ഒന്ന് കരകയർത്തി പറഞ്ഞു, ഞാനൊരു പുതിയ മനുഷ്യൻ. എത്ര പേര് പറയും? ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലാണ്, ഞാനൊരു പുതിയ മനുഷ്യനാ. കരകയർത്തിയെന്ന് പറഞ്ഞു, ഞാനൊരു പുതിയ മനുഷ്യനാണ്. കാരണം എന്താ? ഞാൻ കുഴിച്ചിടപ്പെട്ട വ്യക്തിയാണ്, ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ഇന്ന് ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ തേജസ് ധരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ ശോഭ ധരിച്ചിരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിന്റെ പൈതലാണ്. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? മനസ്സലിവുതയാ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവയെ ധരിച്ചുകൊണ്ട് എല്ലാവരും എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ: അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ
സ്നേഹം ധരിപ്പി. ഇതാണ് സ്വർഗത്തിൽ പോകാനുള്ള വഴി. ഇതാണ് ഉയരത്തിലുള്ള അന്വേഷിക്കുന്നവരുടെ പ്രത്യേക. തമ്മിൽ തമ്മിൽ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ധരിക്കുന്നു, സ്നേഹത്തിൽ വസിക്കുന്നു. ഇന്ന് പകൽ ഇതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഈ ചിന്തകൾ അനുഗ്രഹമാകട്ടെ. ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്, ആ ഉയരത്തിലുള്ളത് ഇന്ന് പകലൊന്ന് അന്വേഷിക്കാം. അത് തേജസ്, കർത്തൃത്വങ്ങള്, ദൈവത്തോടൊപ്പമുള്ള അനുഭവങ്ങള്, യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള അനുഭവങ്ങള്, ആ സ്വർഗീയ അനുഭവങ്ങള് നമ്മുടെ ഈ ഭൂമിയിലുള്ള സകല അന്വേഷണങ്ങളെ സ്റ്റോപ്പ് ചെയ്ത് ഭൗതികമൊന്നും വേണ്ടെന്നല്ല, എന്നാൽ ഒരു പുതിയ അന്വേഷണം. കർത്താവേ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്റെ പഴയ അവയവങ്ങളെ ഞാൻ മരിപ്പിക്കുന്നു. എന്റെ പഴയ അവയവങ്ങളെ ഞാൻ മരിപ്പിച്ചതാണ്. സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. സ്വർഗീയമായി അന്വേഷിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എന്നെ സമർപ്പിക്കുന്നു. ഉയരത്തിലുള്ള അന്വേഷിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നേ കർത്താവെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പ്രാണന മജ്ജയും മേധസ്സും കൊണ്ട് നമ്മളെ തൃപ്തി വരുന്നെങ്കിൽ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പാൻ ഒരു തീരുമാനമെടുക്കാം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ ഒരു തീരുമാനമെടുക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം വരട്ടെ. വചനം പറയുന്നു, സകലത്തെയും ഒഴിഞ്ഞു കളഞ്ഞ് സകലത്തെയും ക്ഷമിച്ച് ഒരു പുതിയ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ, തമ്മിൽ തമ്മിൽ ക്ഷമിക്കുമ്പോൾ, തമ്മിൽ തമ്മിൽ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം വരും. സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരും. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തൃപ്തി വരട്ടെ, ആശ്വാസങ്ങൾ വരട്ടെ, ബലം പകരട്ടെ, ദൈവങ്ങൾ പകരട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം പാടട്ടെ. ആ കരങ്ങളിൽ ഒന്ന് തുറന്നു പിടിച്ച് കേട്ട വചനം പോലെ ഏൽപ്പിച്ചു കൊടുത്തേ. അവയൊക്കെ മരിപ്പിച്ച് ഉയരത്തിലുള്ളത് അന്വേഷിക്കാം. ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കൂ. ഹൃദയങ്ങളിൽ സമാധാനം വാഴട്ടെ. പ്രാണന മജ്ജയും മേധസ്സും തൃപ്തി വരട്ടെ. യോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ. ആയിരങ്ങൾക്ക് വേണ്ടി കൈവിട്ട് മാറ്റുമെന്ന് ചിന്തിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ ആ കടികൾ ഉരുണ്ടു മാറിയതുപോലെ, ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടതുപോലെ, ദൈവത്തിന്റെ നാമമഹത്വം വെളിപ്പെട്ടതുപോലെ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടതുപോലെ ചില കടികൾ ഉരുണ്ടു മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഉറച്ചു പറ, കർത്താവിനെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു. എന്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തുന്നു, ചിന്തകൾക്ക് മാറ്റം വരുത്തുന്നു. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കൂ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടി എന്റെ വാക്കുകളെ വിസ്മരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.